ഇന്ന് ഞങ്ങളുണ്ടല്ലോ വാഗമൺ വരെ പോവാണ് കേട്ടോ. ഇന്ന് മെയ് 1 അവധിയായപ്പോൾ ബൈക്കും കൊണ്ട് വാഗമൺ മൂലമറ്റത്തുനിന്നാണ് കേട്ടോ വാഗമണിലേക്ക് പോണേ. അപ്പോൾ പോയപ്പോൾ ഒരു ചെറിയൊരു കാഴ്ചയുണ്ട്, ഒന്ന് കാണാൻ. ഇന്ന് കുറച്ച് അവിടെ നിർത്തി ഫോട്ടോ എടുത്ത് മുന്നോട്ട് യാത്ര ചെയ്യാമല്ലോ എന്ന് കരുതിയാണ്. ബൈക്കിനായതുകൊണ്ട് കൊച്ചൊക്കെ ഉള്ളതുകൊണ്ടേ പോണതിൻ്റെ വീഡിയോ ഇന്നിങ്ങനെ നിർത്തി വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കാഴ്ചകളൊക്കെ കാണിച്ചു തരാവേ. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ഇതിലാദ്യമായിട്ടാണ് ഞങ്ങൾ തന്നെ മൂലമറ്റ ഏടാട് കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലമാണേ. ചെറിയൊരു വഴിയാണ്, അധികം വേഗതയിലൊന്നും നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. മലനിരകളാട്ടോ കാണുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നേരെ വാഗമണിലേക്കാണ് പോകുന്നത് കേട്ടോ. നിങ്ങളിവിടെ നിന്നൊരു ചെടി കണ്ടാണേ. ഈ ചെടിയുടെ പേരെന്നാ? നമുക്ക് തിരിച്ചു വരുമ്പോൾ പറിച്ചോണ്ട് പോവാം. കസ്തൂരി മഞ്ഞളാ? പോടി. ഇത് കസ്തൂരി മഞ്ഞൾ എന്നാണ് കേട്ടോ ഇവള് പറയുന്നത്. നല്ല രസമുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ പുള്ളിക്കാനം വന്നേക്കുവാണേ. ഇത് പുള്ളിക്കാനം ടീ എസ്റ്റേറ്റ് ആട്ടോ ഈ കാണുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ സമയത്ത് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ നല്ല തണുത്ത കാറ്റാട്ടോ അനുഭവിക്കുന്നത്. അത്യാവശ്യം സ്റ്റേ ചെയ്യാനുള്ള ഹോം സ്റ്റേ എല്ലാം എന്ന വഴിയിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വാഗമൺ പോകുമ്പോൾ ഇവിടെ ഹോം സ്റ്റേ ഒക്കെ സ്റ്റേ ചെയ്യുക. നല്ല തേയിലത്തോട്ടം, മൂന്നാർ പോലെ തന്നെ ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. ഒരുപാട് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ടൂറിസ്റ്റ് വാഗമണിലേക്ക് പോകുന്ന യാത്രയെ കാണുന്നതാണേ. അങ്ങനെ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഞങ്ങളേ ഇവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വന്നപ്പോൾ ആണേ, ഇതെന്ത് സംഭവം? ഇതെന്തോ പഴയ എന്തോ കുടീരം പോലെയൊക്കെയാണ് തോന്നുന്നത്. സിമിസ്തേരി വല്ലതും ആണോ പള്ളിയുടെ? ഈ പ്രദേശവാസികളാരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ ഒന്ന് പറയണേ ഇതെന്താന്നേ. അങ്ങനെ ഞങ്ങൾ പുള്ളിക്കാനത്തുനിന്ന് യാത്ര തുടരുവാണേ. അപ്പോൾ പുള്ളിക്കാനം എന്ന് വെച്ചാൽ കാണാനുള്ളതെന്ന് വെച്ചാൽ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. മലനിരകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഇത് ഇവിടുത്തെ പള്ളിയാണെന്ന് തോന്നുന്നു. ഞാനൊക്കെ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ അങ്ങനെ വന്നതാണ്. അപ്പം നമ്മളിവിടെ നേരെ പോകുന്ന വാഗമണിലേക്കാണ്. പോകുമ്പോൾ നല്ല കാഴ്ചകളാണ്. അത് തേയില തോട്ടത്തിൻ്റെ ചെറിയ ചെറിയ പണ്ടത്തെ എസ്റ്റേറ്റ് തൊഴിലാളികളൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് പോകുമ്പോൾ മൂന്നാറിലെ തേയിലത്തോട്ടത്തിൻ്റെ അത്ര വലുതല്ലെങ്കിലും നല്ല മനോഹരമാണ്. മൂന്നാർ കഴിഞ്ഞ് പിന്നെ നമ്മളിവിടെ ആയിട്ടാണ് തേയിലത്തോട്ടം കാണുന്നത്. സെയിം കാലാവസ്ഥയൊക്കെ സെയിം തന്നെയാണ്. ഇപ്പോൾ ഒന്നും വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇത്ര വഴിയിലൊന്നും തിരക്കൊന്നും കാണാത്തത്. അപ്പോൾ നമ്മൾ നേരെ വാഗമൺ ടൗണിലൊക്കെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നേ. നല്ല തിരക്കെന്ന് വെച്ചാൽ ബ്ലോക്കൊക്കെ ആയിരുന്നു. എന്നാൽ അത്യാവശ്യം എന്നിട്ട് പതുക്കെയാണ് അവിടെ നമ്മൾ പോയത്. ഇപ്പോൾ നമ്മൾ വാഗമൺ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് വാഗമൺ ചെന്നിട്ട് ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന സ്ഥലം ഏതാണോ അതാണ് കാണാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരുപാട് സ്ഥലമാണ് കേട്ടോ വാഗമണിൽ. ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ കൊടുത്തപ്പോൾ ഒരുപാട് സ്ഥലം നമുക്കിവിടെ തന്നെ ഒരുപാട് സ്ഥലം തന്നെ വാഗമണിൽ കാണാൻ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിനി വേറൊരു ദിവസം വരാം. അപ്പോൾ നമുക്ക് സ്ഥലവും കാര്യങ്ങളിലും പരിചയമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പതുക്കെയാട്ടോ വന്നത്. പിന്നെ ഒരു ഉച്ച സമയത്താണ് കേട്ടോ ഞങ്ങൾ അവിടുന്ന് മൂലമറ്റത്തുനിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെയും സ്ഥലം പരിചയമില്ലാത്തതിൻ്റെയൊക്കെ ഒരുപാട് ഇതൊക്കെ വന്നു കേട്ടോ. പിന്നെ നമ്മളേ മൂലമറ്റത്തുനിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ പെട്രോള് അടിച്ചിട്ട് വരാം കേട്ടോ. ഇവിടെ ബ്ലാക്കിലെ പെട്രോള് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു 130 രൂപ ലിറ്ററിനൊക്കെ കൊടുക്കേണ്ടി വരും ബ്ലാക്കിലാകുമ്പോൾ. അല്ലാത്ത സമയത്താണ് നമ്മളിവിടെ ഇവിടെ പമ്പ് ഉണ്ടായിരിക്കുന്നു കരുതി വന്നതാണ്. പക്ഷെ പമ്പും കാര്യങ്ങളും ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഏലപ്പാറ അങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാനും ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ ബ്ലാക്ക് പെട്രോൾ മേടിക്കുക. അപ്പോൾ നമ്മളിവിടെ വന്നേക്കുന്ന പൈൻ വാലിയിലാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ പൈൻ വാലി വന്നപ്പം എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 30 രൂപ, കുട്ടികൾക്ക് 15 രൂപ.
അപ്പോൾ ഞങ്ങൾക്ക് കൊച്ചിന് എടുക്കേണ്ടി വന്നില്ല, 2 പേർക്ക് എടുക്കേണ്ടി വന്നുള്ളൂ. 60 രൂപയാണ് എൻട്രി ഫീസ്. പിന്നെ പാർക്കിംഗ് ഉണ്ട് 20. ബൈക്കിനായതുകൊണ്ട് ബൈക്കിന് 10 രൂപ, കാറിനാണെങ്കിൽ 30 രൂപ പേ ആൻഡ് പാർക്ക്, അല്ലാതെ വേറെ പാർക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ കാണുന്ന പക്ഷികളും കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെയാണ് കേട്ടോ കാണുന്നത്. ഇത്രയും പക്ഷികൾ ഇവിടെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഫോറസ്റ്റിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ പൈൻ വാലി. നല്ല രസമുണ്ട്, നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ഒഴിവ് ദിവസം ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ട്. അതൊക്കെ ഹിസ്റ്ററിയാണ് കേട്ടോ, പൈൻ വാലിയുടെ ഹിസ്റ്ററിയാണ് ഇവരെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വാഗമൺ പൈൻ വാലി എന്നാണ് അത്. അപ്പോൾ വാഗമൺ മൊട്ടക്കുന്ന് കഴിഞ്ഞിട്ടാണ് പൈൻ വാലി. പിന്നെ വാഗമണ്ണിൽ പോയാൽ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ്, തങ്ങൾപാറ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറൊരു ദിവസം നമുക്ക് വാഗമണ്ണിൽ ബാക്കിയുള്ള മൊട്ടക്കുന്നിലൊക്കെ പോകുമ്പോൾ മഴ സമയത്തൊന്നും പോകില്ലെന്ന് പറഞ്ഞു. ഇടിമിന്നൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ആദ്യം പൈൻ വാലിയിലേക്കാണ് വന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇനി മൊട്ടക്കുന്ന് പോകാൻ ഉദ്ദേശിച്ചത്. പക്ഷേ മഴയാണെങ്കിൽ നമ്മൾ ബൈക്കിനുമാണ് വന്നത് കൊച്ചുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ മൊട്ടക്കുന്നിലേക്ക് പോകണില്ല, നേരെ ഇവിടെ കൊണ്ട് നമ്മൾ പൈൻ വാലിയിൽ ബാക്കി വാഗമൺ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഒന്ന് കണ്ട് നമുക്ക് ഇറങ്ങി നടക്കാമെന്ന് കരുതിയാണ് വന്നത്. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ വന്നത്തെ താഴത്തേക്ക് ഇറങ്ങും തോറും തിരക്കൊക്കെ കുറവാണ് കേട്ടോ. നല്ല മനോഹരമായ സ്ഥലമാണ്. എല്ലാവരും ഇവിടെ വന്നിട്ട് ഇരുന്ന് റെസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ ഒന്ന് എവിടെയെങ്കിലും പോയി കുറച്ച് നേരം ഇരുന്ന് കൊച്ചിന് ഭക്ഷണവും കൊടുത്തു. ഇവൾക്ക് പാറുവിന് ഞങ്ങൾ പഴവും പാലും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ അവളിരുന്ന് ഇവിടെ നിന്ന് കഴിച്ച് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഈ കുറേ പിള്ളേർ പാട്ട് വെച്ചതിൻ്റെയൊക്കെ ഒച്ചപ്പാടല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ പാട്ട് വെച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് പിള്ളേർ കുറേ പേര്. ഇവരിവിടെ പറയുന്നത് ശാന്തതയോടെ ഇരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുത്തു. നമ്മളോട് കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് തരുമെന്ന് കുറേ ചേട്ടന്മാരൊക്കെ ചോദിച്ചു. അവർക്കും നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തുണ്ട്. ഈ പിള്ളേരാട്ടോ പാട്ട് വെച്ച് അവരവരെ എൻ്റർടൈൻമെൻറ്റ്, വേറെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അവരവിടെ പാട്ട് വെച്ചു ഡാൻസ് കളിക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ കാഴ്ച കണ്ട് നമ്മൾ വീട്ടിൽ പോകണം. പൈൻ വാലിയിലെ കാഴ്ചകളൊക്കെ ഇതാണ് കേട്ടോ. നല്ല രസമുണ്ട്, കുറേയധികം നടക്കാനുണ്ടേ. പിന്നെ താഴത്തേക്ക് പോകാനുണ്ട്, പക്ഷെ താഴത്തേക്ക് നമ്മൾ പോയില്ല. സമയം നമ്മളിവിടെ വന്നപ്പോൾ 3 മണി കഴിഞ്ഞു കേട്ടോ. ഉച്ചയ്ക്ക് ഇറങ്ങി പതുക്കെയാണ് വന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സ്ഥലമാണ്. ഇനി അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഞങ്ങൾ റൂട്ടിൽ നിന്ന് മാറ്റി പിടിച്ച് വന്ന വഴിയല്ല കേട്ടോ പോകുന്നത്. ഇതിവിടെ കാണുന്ന പക്ഷികളൊക്കെയാണ് കേട്ടോ. ഇത്രയും പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട്. അതായത് ഇവിടെ കാണുന്നതല്ല, നമ്മുടെ കേരളത്തിലെ കാട്ടിൽ കാണുന്ന മൃഗങ്ങളും പക്ഷികളും പുഷ്പങ്ങളും അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളും മരങ്ങളുമൊക്കെ അവരിവിടെ പ്രദർശിപ്പിച്ചേക്കുന്നതാണ്. ഇതാണോ, ഇതിപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ എല്ലാം കാണാൻ. ഇവരെല്ലാം ഇവിടെ വിവരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിനി തിരിച്ച് നേരെ പോവുകയാണ് കേട്ടോ. തിരിച്ച് വന്നത് മൊത്തവും ആ ഇറക്കം മൊത്തം ഇറങ്ങിയതിനും തിരിച്ച് കയറി പോകണം. അപ്പം അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. പോയിട്ട് ഇവിടെ കൊച്ചിന് എന്തെങ്കിലും സാധനം മേടിക്കണം. ഞങ്ങൾ കൊച്ചിന് ചെറിയൊരു തൊപ്പി മേടിച്ചു. മുകളിൽ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പൈസയൊക്കെ ചെറിയ കൂടുതലാണ്, ടൂറിസ്റ്റ് പ്ലേസാണ്. അതനുസരിച്ച് പൈസയും അവർ മേടിക്കും. അപ്പം നമ്മൾ വില പേശാനൊന്നുമില്ല. നമ്മളൊരു ചെറിയൊരു തൊപ്പി അവൾക്ക് മേടിച്ചു കൊടുത്തു. പിന്നെ ഒരു പാവ മേടിക്കണം എന്ന് പറഞ്ഞു. പാവക്കൊക്കെ ഭയങ്കര വിലയാട്ടോ അവർ പറഞ്ഞേ. അപ്പോൾ അത്രയൊന്നും പാവയെ നമുക്ക് വേറെ പിന്നെ മേടിക്കാമെന്ന് പറഞ്ഞു. വില കേട്ടത് ഞെട്ടിപ്പോയി. 400 രൂപ തൊട്ട് മുകളിലേക്കാണ് പറയുന്നത്. അപ്പം നമ്മൾ അവൾക്കൊരു പാവ മേടിച്ചു. പിന്നെ ഇതാ കാണുന്ന കേട്ടോ മൊട്ടക്കുന്ന് നല്ല രസമുണ്ടല്ലോ കാണാൻ. അതിനോട്ട് പോകണം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ. ഇപ്പോൾ ഈ പോകുന്ന നേരെ കാഞ്ഞാറ് പോകുന്ന വഴിയാണേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ആ വഴി പോയിട്ടില്ല. നല്ല രസമുള്ള സ്ഥലമാണെന്ന് പറയുന്നത് കേട്ടോ. നല്ല കാഴ്ചകളൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വഴി വന്ന് പോയത്. അങ്ങോട്ടേക്ക് മൊത്തം ഇറക്കമാണ്. മൊത്തം ഇറക്കം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഇറക്കമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചെറിയ ഗിയറിലാണ് ഇറങ്ങി പോകുന്നത്. നമ്മളിവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടില്ല, അതുകൊണ്ട് പതുക്കെയാണ് കേട്ടോ വണ്ടി ഓടിച്ചത്.
അപ്പോൾ റോഡ് സൈഡിൽ സിഗ്നലൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ വേഗത കുറച്ച് പോകുക, കാഴ്ചകൾ കണ്ടു പോകൂ എന്നൊക്കെ സിഗ്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ആ സിഗ്നലൊക്കെ പാലിച്ചങ്ങ് പോയി. പിന്നെ നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മൾ ഇതുപോലത്തെ നല്ല നല്ല കാഴ്ചകളൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. വലിയ തിരക്കില്ലാത്ത ദിവസങ്ങളിലൊക്കെയാണ് ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ഞായറാഴ്ച അങ്ങനെയുള്ള ദിവസം വലിയ അടുപ്പിച്ച അവധി വരുന്ന ദിവസമൊന്നും വരില്ല, വലിയ തിരക്കായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് ഇടണേ.